ചൂട് കൂടിയ തലകറങ്ങും, ഇടയ്ക്കിടയ്ക്ക് ബിപി ലോ ആയിട്ട് തലകറങ്ങും. അങ്ങനത്തെ പ്രത്യേകതരം അസുഖമുള്ള ആളാണ് ഞാൻ. അപ്പൊ ദേ ഈ ചെറുനാരങ്ങ ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് നല്ല ആശ്വാസം കിട്ടാറുണ്ട്. എല്ലാ പ്രാവശ്യം ഒരേപോലെ സെറ്റ് കൊണ്ടെടുത്താൽ നമുക്ക് മടുക്കില്ലേ? അപ്പൊ 3 രീതിക്ക് നമുക്ക് ഇതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മുണ്ടുടുക്കാം കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ സെറ്റ് മുണ്ടിന് ഉടുക്കണ പോലെ തന്നെ മുണ്ടുടുക്കുക. അത് ഉള്ളിലേക്ക് നമ്മൾ ഒന്ന് സെക്യൂർ ചെയ്ത് സെറ്റ് ചെയ്ത് വന്നിട്ട് ഫ്രണ്ട് പോർഷൻ എത്തുമ്പോൾ അതിന്റെ അരികു ഭാഗം ഒന്ന് മടക്കിയിട്ട് വലിയൊരു പ്ലീറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ പാവാടയുടെ ഉള്ളിലേക്ക് ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അടിഭാഗത്തേക്ക് കൈകൊണ്ട് തന്നെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് നിൽക്കും കേട്ടോ. അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മേൽമുണ്ടെടുത്ത് നന്നായി അയൺ ചെയ്തതിന് ശേഷം ദേ ഇതുപോലെ നമുക്ക് സ്റ്റൈൽ നമ്പർ 1 ആയിട്ട് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് അടിപൊളിയായിരിക്കും ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഈ പ്ലീറ്റ് എടുക്കുന്നതിനെക്കാട്ടും ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും ഭംഗി. ഇനി നമ്പർ 2, അതായത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഷോൾ ഇടില്ലേ, അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡിലും ഒരേപോലെയാണോ കിടക്കുന്നതെന്നുള്ളത് അതിന്റെ തുമ്പ് പിടിച്ച് നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അടിപൊളി. പേഴ്സണലി ഈ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ഇനി പറ നിങ്ങളുടെ അഭിപ്രായം. ഇനി അടുത്തത് നമുക്ക് സാധാരണ സെറ്റുമുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉടുക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ അയൺ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. ഇത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടുവരുമ്പം അതിന്റെ അടിഭാഗം ഉണ്ടല്ലോ, അറ്റം ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കൊരു സൂചി വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് ചെറുതായിട്ട് കുത്തി കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇതാണ് എന്റെ 3 ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റ് ചെയ്ത് പറഞ്ഞോളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഓക്കെ എന്നാ.